അങ്ങനെ വലിയ മകന്മാരൊന്നുമല്ല അവള്. ഞാൻ അത്ര വലിയ മകന്മാരൊന്നുമല്ല. ഇതിൽ ഞാൻ ഇന്നിപ്പോൾ എൻ്റെ ഒരു പാലിക്കുന്നതാണ്. ഞാൻ എൻ്റെ കല്യാണത്തിന് സഖ്യമായിട്ടുള്ള ഇതെന്ന് പറയുന്നത്. അന്ന് ഇവിടെ ആനക്കൽ തിയേറ്ററായിരുന്നു. ഞാൻ പെണ്ണാണാൻ പോയിട്ട് ഞാനും ആനക്കൽ സജീവനും കൂടിയിട്ട് ഇവിടുത്തെ ഒരു ചാനൽ ഷോപ്പിൽ കൂടിയിട്ട് കള്ളു കുടിച്ചിട്ട് നേരെ സെക്കൻഡ് ഷോ കാണാൻ വേണ്ടിയിട്ട് കാല് കെട്ടിയിട്ട് അവരുടെ സഹോദരിയുടെ മേലെ കിടന്നതാണ്. അങ്ങനെയൊക്കെ ഉണ്ട് നമുക്ക് ജീവിതത്തിൽ. അങ്ങനെയല്ല. എന്നിട്ട് പിന്നീട് അയാൾ എന്നെ കുരക്കിൽ പിടിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മളിങ്ങനെ നന്മ ചെയ്തവരാണ് ആളുകളാണ് എന്നൊന്നും ഒരു കാരണവശാലും വിചാരിക്കരുത്. നന്മ ചെയ്യുന്നവർ മാത്രമൊന്നല്ല, തിന്മ ചെയ്യാത്തവരാണെന്നുള്ളതാണ് ഏറ്റവും വലിയ ശരി എന്ന് പറയുന്നത്. തിന്മ ചെയ്യാത്തവരാണ്. എന്താണ്, ഇയാൾക്ക് ഏതെങ്കിലും സ്ഥലത്തിന് അനുമതി ഇല്ലാതെ അയാൾക്ക് ഭരത് മുരളി എന്ന് പറയുന്ന സ്ഥലത്തിൽ അടയാളം ഉണ്ടായത് പ്രിയന്ദ്രൻ എന്ന് പറഞ്ഞൊരു മനുഷ്യൻ്റെ ഒരു സിനിമയാണെന്നുള്ളതാണ്. അതിൽ ഈ നാട് എന്നെ ഭയങ്കരമായിട്ട് സഹായിച്ചിട്ടുണ്ട്. മുന്നോട്ട് കാലം കൊണ്ട് മുന്നോട്ട് പോകാനുള്ള വഴി ഒരുക്കിയിട്ടുണ്ടെങ്കിൽ ഇവരാണ്. ഇവർക്ക് വലിയ കെട്ടിടങ്ങൾ ഉണ്ടായിട്ടുണ്ടാവില്ല, ഇവർക്ക് വലിയ ആഡംബരമായ വീട് ഉണ്ടായിട്ടുണ്ടാവില്ല, പക്ഷെ ഇവർക്ക് അടയാളങ്ങൾ ഉണ്ട് എന്നതാണ് 100% വെച്ചിരിക്കുന്നത്. ഞാൻ കോടിക്കണക്കിന് രൂപയുടെ ആളുകളാണ്. ഞാൻ സ്കൂളിൽ പഠിച്ച മനുഷ്യനൊന്നുമല്ല. എനിക്കൊന്നും സ്കൂളിലൊന്നും പോകാനൊന്നും പറ്റില്ല. എനിക്ക് പറ്റില്ല. നമ്മളെ കുട്ടികളൊക്കെ ഇംഗ്ലീഷ് പഠിപ്പിക്കണം. എൻ്റെ മക്കളും എൻ്റെ മക്കളുടെ കുട്ടികളും ബാക്കിയുള്ള ആൾക്കാരെ പറയില്ല ഇംഗ്ലീഷ് പഠിപ്പിച്ചുള്ള കുട്ടികളൊക്കെ വലുതാവുള്ളൂ. അതെങ്ങനെ അങ്ങനെ പഠിക്കുന്നത്? മുരളിക്ക് നാഷണൽ അവാർഡ് ഏത് സ്കൂളിൽ പഠിച്ചിട്ടാണ്? ഞാൻ ഏത് സ്കൂളിൽ പഠിച്ചിട്ടാണ്? ഒന്നുമല്ല. ഈ മനുഷ്യർ നമ്മൾ ഒന്നിച്ചിരിക്കുന്നതിൻ്റെ വലിപ്പം തന്നെയാണ്. ഞാനതങ്ങനെ കണക്കാക്കുന്നു. ഈ ഒന്നിച്ചിരിക്കുന്നതിൻ്റെ വലിപ്പം നമുക്ക് തമ്മിലുള്ള വിയോജിപ്പുകൾ ഉണ്ടാവാം. നമുക്ക് ഒരുപാട് വിയോജിപ്പുകൾ ഉണ്ടാവാം. പക്ഷേ കാലം കൊണ്ട് സ്നേഹം കൊണ്ട് ഇതിനൊക്കെ നമുക്ക് മറികടക്കാൻ പറ്റണമെങ്കിൽ ഒരു സ്പേസ് ഉണ്ടാവണം, ഒരു ഇടം ഉണ്ടാവണം. ആ ഇടമാണ് വലുതാണ്. ആ ഇടം നിലനിർത്തുന്നതാണ് നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. ബാക്കിയൊക്കെ തെറ്റിദ്ധാരണയാണ്. ഞാൻ ഉറപ്പായിട്ട് പറയുന്നു, ബാക്കിയൊക്കെ തെറ്റിദ്ധാരണയാണ്. ഈ തിലകൻ മുഴങ്ങുരി ഇതുണ്ടാക്കുന്ന ഒരുപാട് ഇവിടുത്തെ സംഘാടകരും അമ്പലത്തിന് മുമ്പിൽ നമ്മളിത് ചെയ്തിട്ടുള്ള ആൾക്കാരും തമ്മിലുള്ള ബന്ധമാണ്. അത് വേറൊന്നുമല്ല. ഇവര് കെട്ടി മുഹമ്മദിന്റെ ഒരു നാടകം ഇവിടെ കളിക്കുമ്പോൾ, കെട്ടി മുഹമ്മദിന്റെ നാടകം കളിക്കുമ്പോൾ അയാളാണ് ഒരു വലിയ വാക്ക് അന്ന് പറഞ്ഞിട്ടുണ്ട്. പണത്തിന് മേലെ ഒരു പരുന്തും പറക്കലാണ്. അതിനിടയിൽ ഈ ചിലരോട് ചോദിച്ചതാകാം, ചില പരുന്തുകൾ ചില പണച്ചാക്കുകൾക്ക് മേലെ ഇരുന്ന് കാട്ടിച്ചു എന്ന് വരാം. അത്ര വ്യക്തതയോടെ പറഞ്ഞ കാലത്ത് നടക്കുന്ന ആൾക്കാരാണ്. അപ്പൊ നമുക്ക് മുമ്പേ നടന്ന മനുഷ്യന്മാർ അവരാണ് ഏറ്റവും വലുത് ഞാൻ വിശ്വസിക്കുന്നു. ഞാനും ഈ നന്ദൻ മാഷ് ഇപ്പൊ ഇവിടെ എനിക്ക് അങ്ങനെ സംസാരിക്കാനൊന്നുമല്ല. ഈ നന്ദൻ മാഷ ഞാൻ സത്യത്തിൽ കാണുന്നത്, ഞങ്ങൾ 10-35 കൊല്ലം മുമ്പ് ജോത്സരമ്മന്റെ നാടകത്തിൽ പോയിട്ട് ലോകത്തെ ചരിത്രം ഉണ്ടാക്കിയ ആൾക്കാർ അതിൽ പോകുമ്പോൾ 4 മണിക്ക് കേട്ടിട്ട് ഇയാളെങ്ങനെ രാവും പകൽ അങ്ങോട്ട് ഇടുന്ന് നടക്കുന്ന ഒരു തോട്ടം കൊണ്ട് എടുത്തിട്ട് നടന്നു പോകുന്ന ഒരാളായിരിക്കും. അപ്പൊ നമുക്ക് ഇയാൾക്ക് വേറെ പണിയൊന്നുമില്ല. നമ്മളാണെങ്കിൽ എല്ലാ പണിയും കഴിഞ്ഞ് ഓരോ സ്ഥലത്തും പോകുമ്പോഴാണ് ഈ മനുഷ്യൻ അവിടേക്ക് വന്നു പോകുന്നത്. പക്ഷെ ഇത്രയും വൃത്തിയായിട്ട്, ഇത്രയും കാര്യങ്ങളായിട്ട്, ഇത്രയും വെടിപ്പായിട്ട് സത്യത്തെ വെളിപ്പെടുത്തുന്ന ഒരാൾ നന്ദൻ മാഷെ പോലെ വേറെ ആളില്ല എന്ന് ബോധ്യപ്പെടുമ്പോഴാണ് ഒരു കെട്ടുപുള്ളിയുടെ നമുക്ക് ബോധത്തിൽ നിന്ന് ബോധ്യത്തിലേക്കുള്ളൊരു കെട്ടുപുള്ളിയുണ്ട്. ആ ഒരു ബോധ്യം എന്നെ വിളിച്ചു ഇവിടെ വന്നിട്ട് ഞാനിങ്ങനെ എന്തെങ്കിലും ഒരു പ്രസംഗം പറയുന്നതുകൊണ്ടാണ്, നമ്മൾ പ്രവർത്തിക്കുന്നതുകൊണ്ടാണ്. അതൊരു വലിയ കാര്യം ഞാൻ വിചാരിക്കുന്നില്ല. ഒരുമിച്ചിരിക്കൽ എന്ന് പറയുന്ന ഒരു ബോധ്യത്തിലേക്ക് എത്തുക എന്ന് പറയുന്നത് ചെറിയ പണിയല്ല. മനുഷ്യർ ഒരുമിച്ചിരിക്കുക എന്ന് പറയുന്ന ഒരു കാര്യത്തിലേക്ക് എത്തുക എന്ന് പറയുമ്പോൾ ചെറിയ പണിയല്ല. ആ ഒരു ചെറിയ പണിയിലേക്ക് ഒരുമിച്ച് വന്നിരിക്കുന്ന എല്ലാ മനുഷ്യരോടുള്ള സ്നേഹമാണ്. എനിക്ക് മുമ്പ് വരാൻ പറ്റില്ല, ഞാൻ ക്ഷമ ചോദിക്കുന്നു. ഇങ്ങനെ എല്ലാ കാലത്തും നമ്മളെ മുല്ലൻ മാഷ ഒരു കാര്യം പറയും. മുല്ലനേടി മാഷെ പോലെയുള്ള
ഒരു മനുഷ്യനെ സത്യത്തിൽ നമ്മൾ പ്രഖ്യാപിക്കുമ്പോൾ അയാൾ നല്ല കളിയൻ, നല്ല അനുഭവം. നമ്മളങ്ങനെ പറയുന്നതാണ്. അക്ഷരമാല വെച്ചിട്ട് കവിത എഴുതിയുള്ള വേറെ എന്തെങ്കിലും മനുഷ്യനുണ്ടോ? വേറെ ഏതെങ്കിലും ലോകത്ത് ആരെങ്കിലും ഉണ്ടോ? ലോകത്ത് ആരെങ്കിലും ഉണ്ടോ? സാക്ഷരതാ ഗാനത്തിന്റെ പുറത്തുണ്ടാക്കുന്ന ഈ അക്ഷരം തൊട്ട് തുടങ്ങാൻ നമുക്കിനി ആകാശം വീണ് കിട്ടാൻ ഇന്നലെയോളം കണ്ട കിനാവുകൾ ഈ ജന്മം തന്നെ നേടാൻ എന്ന് പറഞ്ഞു പോകുന്ന ഏതെങ്കിലും കവി ലോകത്തിൽ ജീവിച്ചിരുന്നുണ്ടോ? ഉണ്ടോ? നമുക്ക് എന്താണ് അവരോട് കലകച്ച് ഇങ്ങനെ പോയി ഒരു വേഗം പിടിച്ചിട്ട് ഇങ്ങനെ നടക്കുന്ന ഒരാളെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഈ പ്രിൻസിനോടും ഇവരോടും ഈ ഗ്രാമത്തിനോടും ഞാൻ നന്ദി പറയുന്നു. ഇത്രത്തോളം നമ്മുടെ നാട്ടെ ചേർത്ത് പിടിക്കാൻ, ഹൃദയത്തോട് ചേർത്ത് പിടിക്കാൻ പറ്റിയ കലഹങ്ങളെയും വിരങ്ങളെയൊക്കെ ഉണ്ടാക്കാൻ ചേർത്ത് പിടിച്ച ഒരു മറ്റൊരൊപ്പം ചേർത്ത് നിർത്താൻ എന്നെ ക്ഷണിച്ച നിങ്ങളെ അവരോടും നന്ദി പറഞ്ഞോട് ഔപചാരികമായി ഞാൻ ഇതിനെ മാപ്പ് പറയുന്ന ഇരുപത്തി ഞാൻ എനിക്ക് വരാൻ പറ്റിയില്ല. അതെൻ്റെ കുറ്റം കൊണ്ടല്ല. അതുകൊണ്ട് ഞാൻ എനിക്ക് വരാൻ പറ്റാത്തതിൻ്റെ മാപ്പ് ഞാൻ പ്രിൻസിനോടും വേണുവിനോടും ഇവിടുത്തെ സംഘാടകരോടും പറഞ്ഞുകൊണ്ട് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയാം.